ബൈഡൻ ഇത് യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് കാലം പകരം തരാതിരിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. ക്രൂരതകൾ അനുഭവിച്ചവരുടെ പ്രാർത്ഥനകൾ എന്നും ഉത്തരമുണ്ടായിട്ട് എന്നതും ചരിത്ര സത്യമാണ്. ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ആളിപ്പടരുകയാണിപ്പോൾ. പ്രതിഷേധത്തിന്റെയും താക്കീതിന്റെയും തീജ്വാലകളാണ് ഇപ്പോൾ ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ ആക്രമണങ്ങളും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയുമാണ്. ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ 117 കിലോമീറ്റർ വിസ്തൃതിയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ദുരന്തത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 1.80 ലക്ഷം പേർ കുടിയിറക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഹോളിവുഡ് നടന്മാരുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് വീടുകളായിരുന്നു കാട്ടുതീയിൽ കത്തിച്ചാമ്പലായത്. ലോസ് ആഞ്ചലസ് കൗണ്ടി അഗ്നിശമന വകുപ്പിനുള്ള ബഡ്ജറ്റ് $18 മില്യൺ വെട്ടിക്കുറച്ചതും അതുപോലെ ഗാസയെ ചുട്ടുചാമ്പലാക്കാൻ അമേരിക്ക ഇസ്രയേലിന് സാമ്പത്തിക സഹായം നൽകുന്നത് പലരും ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന് $8 ബില്യൺ ആയുധം നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ലോസ് ആഞ്ചലസ് അഗ്നിശമന വകുപ്പിന്റെ ബഡ്ജറ്റിൽ $17.6 മില്യൺ കുറവായിരുന്നു വരുത്തിയത്. ഇസ്രയേലിന് ഇതിനകം $23 ബില്യൺ വർധന ലഭിക്കുകയും ചെയ്തു. ഇനിയും $8 ബില്യൺ കൂടിയായിരിക്കും ലഭിക്കുന്നത്. പടിയിറങ്ങാനൊരുക്കുന്ന ബൈഡൻ ഗാസയിലെ ജനതയെ ജീവനോടെ ചുട്ടരിക്കാൻ $8 ബില്യൺ കൂടി ഇസ്രയേലിന് സമ്മാനിച്ചിരുന്നു. ഈ ഓർമ്മപ്പെടുത്തലാണ് ഈ ലോസ് ആഞ്ചലസിൽ സ്വന്തം ജനത കാട്ടുതീയിൽ വിറങ്ങലിക്കുന്നതെന്ന് പറയാം. അവരുടെ വീടുകളും മറ്റും വീണ്ടെടുക്കാൻ കാലം തിരിയുമ്പോൾ കയ്യിലൊന്നും ശേഷിക്കില്ല എന്ന ബൈഡൻ ഓർമ്മപ്പെടുത്തലാണിത്. പാലസ്തീനികളെ ജീവനോടെ ചുട്ടരിച്ചു എന്ന തരത്തിലും വിമർശനങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട്. മാത്രമല്ല കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ട പ്രമുഖരിൽ ഒരാളാണ് ഹോളിവുഡ് നടനായ ജെയിംസ് വുഡ്സ്. അദ്ദേഹം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു. വെടിനിർത്തൽ ഉണ്ടാകില്ല, യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല, ഒരിക്കലും മാപ്പ് കൊടുക്കുകയുമില്ല, എല്ലാവരെയും തന്നെ കൊല്ലണമെന്ന് താരം ഒരിക്കൽ എക്സിൽ കുറിക്കുകയുണ്ടായി. താരത്തിന്റെ ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇമാം ഒമർ സുലൈമാൻ ലോസ് ആഞ്ചലസിന് പുറത്തുള്ള നിരപരാധികളായ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് ജെയിംസ് വുഡ്സിലുണ്ടായ നഷ്ടത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഗാസയിൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ അധികാര ഭവനങ്ങളിലെ ക്രൂരന്മാരാൽ കൊല ചെയ്യപ്പെടുകയാണ്. ക്രൂരന്മാരുടെ പിന്തുണയോടെ ഈ ജനങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതെന്നും ഒമർ സുലൈമാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ടൺ ബോംബുകളായിരുന്നു ഗാസയിൽ വർഷിച്ചത്. അതൊരു ജ്വലിക്കുന്ന നരകത്തീയായി മാറുകയും ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ധാർമ്മിക അപലപനത്തിന് പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ നമ്മളെയെല്ലാം തേടിയെത്തുമെന്ന് ന്യൂയോർക്കിലെ ആക്ടിവിസ്റ്റായ ഫാത്തിമ മുഹമ്മദ് എക്സിൽ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി. ഗാസയിൽ ആളുകൾ ജീവനോടെ ചുട്ടരിക്കാൻ US നികുതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ തീപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല എന്നും ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കോഡ് പിങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം താമസയോഗ്യമാകുവാൻ പണം ചെലവഴിക്കുന്നതിന് പകരം ഗാസയിലെ പാലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യാൻ നമ്മുടെ സർക്കാർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുകയാണെന്നും ജൂയിഷ് വോയിസ് ഫോർ പീസിന്റെ ന്യൂയോർക്ക് ശാഖ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. ലോസ് ആഞ്ചലസ് അധികൃതരാണ് അഗ്നിശമന വകുപ്പിന് പ്രധാനമായും കൂടുതൽ ധനസഹായം നൽകുന്നത്. എന്നാൽ ഇസ്രായേലിനുള്ള സൈനിക ചെലവ് ഫെഡറൽ സർക്കാരിൽ നിന്നാണ് കമന്റേറ്റർ മെഹ്ദി ഹസൻ ശക്തമായി വിമർശിച്ചു. ഞങ്ങളെ കൊല്ലാൻ US ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്കുള്ള തീ ദൈവം നേരിട്ട് അയച്ചിരിക്കുന്നു. അവർ ഞങ്ങളുടെ നാട്ടിൽ യുദ്ധത്തിന്റെ തീ ആളിക്കത്തിച്ചു, ഞങ്ങളുടെ കുട്ടികളെ മനസാക്ഷിയില്ലാതെ കൊന്നു, ഞങ്ങളുടെ വീടുകളടക്കം നശിപ്പിച്ചു. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഇതിനായി ഇസ്രയേലിന് ആയുധങ്ങളടക്കം അമേരിക്ക നൽകി അവരെ പിന്തുണച്ചു. നീതിമാനായ ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രാർത്ഥനകളും അമ്മമാരുടെ കണ്ണീരും ഒരിക്കലും മറക്കുന്നില്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു.